തേജസ് അടങ്ങുമോ എന്ന് ഭയപ്പെടുമാറ് ഇരിക്കുമ്പോൾ കൈകളിൽ മൺചിരാതുകൾ ഏന്തി എണ്ണയൊഴിച്ച് ദീപം കത്തിച്ച് ലോകത്തോട് നാം ഈ സായം സന്ധ്യയിൽ ഒരു സന്ദേശം പറയുന്നു. മനസ്സിന്റെ വികാസം, മാനവികത ഈ സമൂഹത്തിന് അനിവാര്യ ഘടകം. ഈ മഹത്തായ സന്ദേശം കേരള സമൂഹത്തിന്, മലയാളി മനസ്സുകൾക്ക് ആവോളം സമ്മാനിച്ചുകൊണ്ട് വലിയ ഒരു യാത്രയുടെ പരിസമാപ്തി കേരള തലസ്ഥാന നഗരിയിൽ അനന്തപുരിയിൽ ഒരു വലിയ സംഗമമായി കൂടിയിരിക്കുന്നു. ഈ സമൂഹത്തിന് അനിവാര്യമായിരിക്കുന്ന ഒരു മാറ്റം, അതേക്കുറിച്ച് മനസ്സുകളോട് മന്ത്രിക്കുന്ന ഒരു സായം സന്ധ്യ. ഇവിടെ വേർതിരിവുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ മനസ്സുകൾ ഏകയോഗമായി സംയോജിക്കണമെന്ന് സമൂഹത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സായം സന്ധ്യ. മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെയും വ്യക്തി താൽപര്യങ്ങളുടെയും ഉപരിയായി കേരള സമൂഹത്തിന് സ്ഥായിയായ രൂപഭാവ സാങ്കത്യമുണ്ടെന്ന് ഈ പൊതുസമൂഹത്തോട് പറയുന്ന ഒരു യാത്രയായി ഞാനിതിനെ കാണുകയാണ്. സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ആത്മാവിന്റെ പ്രതിഫലനമാണ് ഈ മാനവികത. അത് മറയ്ക്കുവാനാവില്ല. സർവേശ്വരനെ മറന്ന് ജീവിക്കുവാൻ നമുക്കാവില്ല എന്ന് ഈ ലോകത്തോട് നാം പറയുന്ന ഒരു സന്ദേശമാണ്. ഇവിടെ ഹിന്ദുവെന്നോ ഇസ്ലാം മതവിശ്വാസിയെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ ദേശത്ത് ഉണർത്തുപാട്ടായി നമുക്ക് സംഗമിക്കുവാൻ കഴിയും. അതിനെതിരെയുള്ള സകല തടസ്സങ്ങളും ദൂരീകരിക്കുവാൻ മനസ്സുകളുടെ ഏകീകരണത്തിന് സാധിക്കും എന്ന ഊഷ്മളമായ സന്ദേശം ഈ സന്ധ്യയിൽ തലസ്ഥാന നഗരിയിൽ നാം പങ്കിട്ട് എടുക്കുകയാണ്. ഇവിടെ വിദേശ ശക്തികൾ അവസാനമായി പറഞ്ഞിട്ടു പോയത് നമ്മെ സംബന്ധിച്ച് അർത്ഥവത്താകരുത്. ഇത് നാട്ടുരാജ്യങ്ങളുടെ രാജ്യം, ഇവർ തമ്മിലടിച്ച് അവസാനിക്കും എന്ന് ചെറിയ സ്വരത്തിൽ പറഞ്ഞു പോയിരിക്കുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ സമുദായങ്ങളുടെ പേരിലോ മഹത്തായ ഈ ഭാരതം, നമ്മുടെ കേരളം നശിക്കുവാൻ പാടില്ല. എന്റെയും നിങ്ങളുടെയും പൂർവപിതാക്കൾ കബറടങ്ങിയിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന് മാനവികതയുടെ സന്ദേശം ഒരുപോലെ ഉയർത്തുവാൻ നമുക്ക് കഴിയും.